എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 25-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഭ്രാമ്യന്തം ദിതിജാധമം പുനരഭിപ്രോദ്ഗൃഹ്യ ദുർഭ്യാം ജവാദ് ദ്വാരേ ധോരുയുഗേ നിവാത്യ നഗരാൻ വ്യുദ്ഘായ വക്ഷോ ഭുവി നിർബിന്ദന്നധിഗർഭനിർഭരകളദ്രക്താംബുബന്ധോത്സവം പായം പായമുദൈരയോ ബഹുജഗൽ സംഹാരി സിംഹാരവാൻ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഭ്രാമ്യന്തം ദിതിജാധമം, യുദ്ധാടവുകളൊക്കെ കാട്ടി വട്ടം തിരിയുന്ന അധമനായ ആ ദൈത്യനെ. എന്തുകൊണ്ടായിരിക്കാം ഇദ്ദേഹത്തെ അധമൻ എന്ന് പറഞ്ഞത്? സ്വന്തം പുത്രനായ പ്രഹ്ലാദൻ്റെ നേരെ അത്രയും കൊടും ക്രൂരതകൾ ചെയ്തതുകൊണ്ടാവാം. പുനരഭി, പുന അപി വീണ്ടും, പ്രോദ്ഗൃഹ്യദോർഭ്യാം രണ്ട് കൈകൊണ്ടും മുറുകെ പിടിച്ചമർത്തി ഉയർത്തിയിട്ട്, ജവാത് പൊടുന്നനെ, ദ്വാരേ ധോരുയുഗേ അധദ്വാരേ ഊരുയുഗേ നിപാത്യ ഉമ്മറപ്പടിയിന്മേൽ ഇരുന്ന് തൻ്റെ ഇരുതുടകളിന്മേൽ മലർത്തി കിടത്തിയിട്ട്. എന്തേ ഉമ്മറപ്പടിയിലിരിക്കാൻ? അതായത് ഇദ്ദേഹം വരം വാങ്ങിയിട്ടുണ്ട്, എന്നെ അകത്തും പുറത്തും വെച്ച് വധിക്കരുത്, ആകാശത്തും ഭൂമിയിലും വെച്ച് വധിക്കരുത്, വെള്ളത്തിലും കരയിലും വെച്ച് വധിക്കരുത് എന്നെല്ലാം. അതുകൊണ്ടാണ് ഭഗവാൻ ഉമ്മറപ്പടിയിലിരുന്നത്. നഖരാൻ വ്യുദ്ഘായ, നഖങ്ങൾ അമർത്തി താഴ്ത്തി. എവിടെ? വക്ഷോഭുവി, ഹിരണ്യകശിപുവിൻ്റെ മാറിടത്തിൽ. നിർബിന്ദൻ, എന്നിട്ട് മാറങ്ങോട്ട് പിളർന്നു. അധിഗർഭനിർഭരകളത് രക്താംബുബന്ധോത്സവം പായം പായം, ഉള്ളിൽ നിന്ന് പിളർന്ന മാറിൽ നിന്ന്, അതാണ് ഉള്ളിൽ നിന്ന് എന്ന് പറഞ്ഞത്. ഈ പിളർന്ന മാറിൽ നിന്ന് കുടുകുടേ ചാടുന്ന ചുടുചോര ബഹുരസത്തോടെ ഭഗവാൻ അങ്ങോട്ട് ധാരാളം കുടിച്ചു. ഉദൈരയ, പിന്നെയോ പുറപ്പെടുവിച്ചു. എന്ത്? ബഹു ജഗത് സംഹാരി സിംഹാരവാൻ, ലോകങ്ങളെയെല്ലാം സംഹരിക്കാൻ കരുത്തുള്ള സിംഹഗർജനങ്ങൾ പുറപ്പെടുവിച്ചു. ഇനി ഈ ശ്ലോകം അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? യുദ്ധമുറകൾ പ്രദർശിപ്പിച്ച് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അസുരാധമനെ ഭഗവാൻ വീണ്ടും കൈകളിൽ പിടിക്കുകയും ഉമ്മറപ്പടിമേൽ ഇരുന്ന് സ്വന്തം ഊരുക്കളിൽ കിടത്തി മാറിടത്തിൽ മൂർച്ചയേറിയ നഖങ്ങളിറക്കുകയും ചെയ്തു. പിളർക്കപ്പെട്ട മാറിൽ നിന്ന് പുറത്തൊഴുകിയ ചോര, അതായത് നഖങ്ങൾ അമർത്തി താഴ്ത്തിയപ്പോൾ പുറത്തേക്ക് പാഞ്ഞൊഴുകുകയാണ് അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ നിന്നും ചുടുചോര. ആ ചോര ഭഗവാൻ ഉത്സാഹത്തിമർപ്പോടെ ധാരാളം കുടിക്കുകയും ചെയ്തു. ശേഷം ലോകത്തെ മുഴുവൻ സംഹരിക്കാൻ കരുത്തുള്ള സിംഹഗർജനങ്ങൾ മുഴക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ.